ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. നമുക്കറിയാം ഹോണ്ട ആസ് എൻ ഓട്ടോമേക്കർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഈവൻ ഇൻ്റർനാഷണൽ ആണെങ്കിൽ പോലും ഹോണ്ടയുടെ സെയിൽസ് ഒക്കെ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻറ്റ് ലെവലിൽ നിന്ന് ഇത്തിരി താഴത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കേസ് എസ്പെഷ്യലി നമുക്കറിയാം, ഇപ്പോൾ 2020 പുതിയ ഫിഫ്ത്ത് ജനറേഷൻ ഹോണ്ട സിറ്റി വന്ന സമയത്ത് ആ വാഹനമായിരുന്നു ആ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്ന വാഹനം. ഇപ്പോൾ പക്ഷേ ആ സെഗ്മെൻറ്റിൽ തന്നെ സിയാസിൻ്റെ തൊട്ട് മുകളിലാണ് സിറ്റി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വെർട്ടസ്, സ്ലാവിയ, വെർണ ഇതിനേക്കാളും ഒക്കെ കുറവാണ് നമ്മുടെ സിറ്റിക്ക് ഇപ്പോൾ കിട്ടുന്ന സെയിൽസ്. ആൻഡ് 1000-ന് താഴെയാണ് സിറ്റിയുടെ സെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പോട്ടെ, സെഡാൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അവർ ഇന്ത്യയിലെ ബ്രെഡ് ആൻഡ് ബട്ടർ മോഡലായ SUV, അതും അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV, നമ്മുടെ ക്രെറ്റ കാണിച്ചു തന്നതാണ് എന്തോരം വരെ ആ ഒരു സെഗ്മെൻറ്റിൽ വോളിയൂംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ക്രെറ്റ ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് SUV എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് കാർ. അതായത് നമ്മുടെ സുസുക്കിയും ടാറ്റയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഹ്യുണ്ടായുടെ ക്രെറ്റ ആണ് നിൽക്കുന്നതും. പ്രൈസ് പോയിന്റും കൂടെ ആലോചിക്കണം. ഇതിനു മുമ്പ് പഞ്ചും വാഗണാറും ബലനും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പ് എൻഡ് ഒക്കെ 23-24 ലാക്സിനടുത്ത് വരെ ഓൺ റോഡ് പോകുന്ന ക്രെറ്റയാണ് ആ ഒരു പൊസിഷനിൽ നിന്നിരിക്കുന്നത്. സോ ഈ സെഗ്മെൻറ്റിന് പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഹോണ്ട ഈ സെഗ്മെൻറ്റിൽ അവരുടെ എലവേറ്റ് പോലത്തെ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വാഹനം ഇറക്കിയിട്ട് പോലും അവർക്ക് ഇപ്പോഴും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഇനീഷ്യലി ഇറക്കിയ സമയത്ത് 4500-5000 വാഹനത്തിന് സെയിൽസ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2000-3000 കഷ്ടിച്ചാണ് ഈ വാഹനത്തിനും സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ സെഗ്മെൻറ്റിൽ കിട്ടുന്ന നോർമൽ വണ്ടികളെക്കാൾ ഇത്തിരി കൂടെ താഴെയാണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന സെയിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹോണ്ട എന്ത് ചെയ്യും എന്നായിരിക്കും നമ്മളൊക്കെ ആലോചിക്കുന്നത്. ഹോണ്ട ഇന്ത്യ വിട്ട് പോവോ, അതോ എന്താണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ? ഹോണ്ട ഇന്ത്യ വിട്ട് പോകുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹോണ്ടയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യമാണ്, ഇപ്പോൾ എലവേറ്റ് അവർക്ക് ഇന്ത്യയിൽ ഒരുപാട് നമ്പേഴ്സിലൊന്നും വിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും എക്സ്പോർട്ട് മാർക്കറ്റിൽ എലവേറ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ വണ്ടി അവർ ജപ്പാനിൽ WRV ആയിട്ടൊക്കെ വിൽക്കുന്നുണ്ട്. ആൻഡ് അവിടെ ഈ വാഹനത്തിന് പ്രൈസ് കുറവാണ്. നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം ലോക്കലൈസേഷനൊക്കെ ചെയ്താണല്ലോ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണലി ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറവായതുകൊണ്ട് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് നമ്മൾ 2024 ഫസ്റ്റ് ക്വാർട്ടർ, അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു സമയം എടുക്കുകയാണെങ്കിൽ 10600 വണ്ടികളുടെ അടുത്താണ് എലവേറ്റ് അവർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അവർ ടോട്ടലി വിറ്റിരിക്കുന്നത് 6000-7000 റേഞ്ച് എന്താണ്ടേ ഉള്ളൂ. അതിലും കൂടുതലാണ് അവർ വണ്ടികൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എന്തോരാണ് ഈ വാഹനത്തിന് എക്സ്പോർട്ട് മാർക്കറ്റിലുള്ള ഡിമാൻഡ് എന്ന്. ഈ വാഹനത്തിൻ്റെ എക്സ്പോർട്ട് മാർക്കറ്റിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് തന്നെ ഹോണ്ട ഇപ്പോൾ ഇന്ത്യയെ ഒരു മാനുഫാക്ചറിങ് ബേസ് ആക്കി മാറ്റാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ പുതിയൊരു പ്ലാറ്റ്ഫോമും ഇന്ത്യയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ലോക്കലൈസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും. ആൻഡ് ഈ പ്ലാറ്റ്ഫോമിൽ അവർ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹോണ്ടയുടെ ഒരു മെയിൻ എക്സ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് തായ്ലൻഡാണ്. ആ തായ്ലൻഡിൻ്റെ ബേസ് കുറേയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഒരു ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് PF2 പ്ലാറ്റ്ഫോം എന്നാണ്. ആൻഡ് ഇത് അത്യാവശ്യം നല്ലൊരു മോഡൽ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പവർ ട്രെയിൻ ഓപ്ഷൻസ് പോസിബിൾ ആണ്. അതിപ്പം ഇലക്ട്രിക് ആവട്ടെ, പെട്രോൾ ആവട്ടെ, ഹൈബ്രിഡ് ആവട്ടെ, ഈ 3 സംഭവങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ബോഡി സ്റ്റൈൽസിൽ വണ്ടികൾ ഉണ്ടാക്കാം. SUV ആയിക്കോട്ടെ, സെഡാൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ബോഡി സ്റ്റൈൽസും പോസിബിൾ ആണ്. പിന്നെ SUV എന്ന് പറയുമ്പോൾ നമുക്ക് സബ് 4 മീറ്റർ SUV വേണം ഉണ്ടാക്കാം. ഇനി അതല്ല ഒരു 7 സീറ്റർ SUV വേണേൽ അതും ഉണ്ടാക്കാം. അബവ് 4 മീറ്റർ സെഡാൻ ഉണ്ടാക്കാം. അങ്ങനെ പല പല പോസിബിലിറ്റീസ് ഉള്ള ഒരു നല്ല മോഡലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ അകത്ത് ഹോണ്ടയുടെ തായ്ലൻഡിലും ജപ്പാനിലും എഞ്ചിനീയേഴ്സാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇവിടെ ലോക്കലൈസ് ചെയ്തൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കിയത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിന് എന്താണ് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ GDPയുടെ കാര്യമല്ല ഉദ്ദേശിച്ച്, അത് വളർന്നോട്ടെ, അത് വളർന്നോളൂ, ഓക്കെ. അല്ലാണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കും ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട്. കാരണം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ലോക്കലൈസ് ചെയ്ത് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പം അവർ ഇന്ത്യക്ക് വേണ്ടിയും ഇഷ്ടംപോലെ വണ്ടികൾ തരും. പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾ എന്തായാലും ഇന്ത്യയിൽ ഇറക്കും. ആദ്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഒരു 7 സീറ്റർ SUV ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്ന ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒക്ടോബർ 2027 ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് ഇപ്പോൾ താൽക്കാലികമായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇനിയും സമയമുണ്ട് വണ്ടി ഇറങ്ങാനായിട്ട്. പക്ഷെ എന്തായാലും നമ്മുടെ എലവേറ്റിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു 7 സീറ്റർ SUV ആയിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യം വരുന്നത്. ആൻഡ് ഇത് തന്നെ അവരുടെ ഒരു മെയിൻ എക്സ്പോർട്ട് വണ്ടി ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇറക്കും, എക്സ്പോർട്ടും ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേറെയും പല വാഹനങ്ങളും കാണാം. ഫോർ എക്സാമ്പിൾ പുതിയ ജനറേഷൻ സിറ്റി, നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന 5th ജനറേഷൻ സിറ്റിയാണ്. 2028 പുതിയ ജനറേഷൻ സിറ്റിയുടെ മോഡൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, അതായത് 6th ജനറേഷൻ സിറ്റി. അത് ഈ പറയുന്ന PF2 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ബേസ് ചെയ്താണ് വരാൻ പോകുന്നത്. PF2 പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സിറ്റിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല.
പവർ ട്രെയിൻ വൈസ് ബന്ധമുണ്ടാവും, 1.5 NA പെട്രോളൊക്കെ ഉണ്ടാവും. പക്ഷേ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും ഈ ഒരു വാഹനം കാണാൻ. ഹോണ്ട എന്തായാലും നമ്മൾ ആ കാര്യത്തിൽ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. ഈ ജനറേഷൻ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട എന്തായാലും പ്ലാറ്റ്ഫോം മാറ്റിയിരിക്കും. ഇപ്പോൾ സുസുക്കിയൊക്കെ ആ ഒരു പരിപാടിയിൽ കുറച്ചൊന്ന് പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. അവർ ഈ അടുത്ത് അപ്ഡേറ്റ് ചെയ്ത മിക്ക വണ്ടികൾ നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പോൾ ബ്രസ ആയിക്കോട്ടെ, ബലേനോ ആയിക്കോട്ടെ, സ്വിഫ്റ്റ് ആയിക്കോട്ടെ, എല്ലാ വാഹനങ്ങളും പ്ലാറ്റ്ഫോം സെയിം ആണ്. അതിൻ്റെ അകത്ത് ബോഡി പാനലും അതുപോലെ എക്സ്റ്റീരിയർ ഡിസൈൻ വൈസ് ഒക്കെ അത്യാവശ്യം ഡിഫറൻസ് വരുത്തിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. പക്ഷേ ഹോണ്ട എപ്പോഴും നമ്മൾ ഏത് ജനറേഷൻ സിറ്റി എടുത്ത് നോക്കിയാലും എല്ലാത്തിലും പ്ലാറ്റ്ഫോം ഡിഫറൻ്റ് ആയിരുന്നു. പിന്നെ അത് പ്ലാറ്റ്ഫോം ഡിഫറൻ്റ് ആണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ലിറ്റർ NA പെട്രോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ അതിന് പുറമെ നമുക്കൊരു ഹൈബ്രിഡ് പവർ ട്രെയിനും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഹോണ്ട ആക്ച്വലി ഇന്ത്യയിൽ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്ന 3 പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ്: പെട്രോൾ, ഹൈബ്രിഡ്, അതുപോലെ തന്നെ EV. ഈ EV എന്ന് പറയുമ്പം അവരിപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ഒന്നും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. പല കമ്പനികളും അതിലേക്ക് പോയി തുടങ്ങി. ഇപ്പോൾ ഹ്യുണ്ടായിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള EGMP, ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു സംഭവം അവൈലബിൾ ആണ്. ഹ്യുണ്ടായും കിയയൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ടൊയോട്ടയ്ക്ക് വരെ അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ സുസുക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടി വരാൻ പോകുന്ന ഇങ്ങനത്തെ ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ വരുന്ന വണ്ടിയിലാണ്. ടൊയോട്ടയുടെ 27PL എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടാണ് അവരത് ഇറക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ പൊതുവെയുള്ള, ഇന്ത്യയിലെന്നല്ല നമ്മളിപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസിൽ മൊത്തത്തിലൊരു ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇറങ്ങിയ സമയത്ത്, പുതിയതായിരുന്ന സമയത്തൊക്കെ ആൾക്കാർ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെ വാങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഒരു താല്പര്യം കുറഞ്ഞു ഇലക്ട്രിക് വണ്ടികൾ. അതുകൊണ്ട് തന്നെ കമ്പനീസും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് EV ആവുമെന്ന് പറഞ്ഞ കമ്പനികളൊക്കെ ഇപ്പോൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹോണ്ട വിചാരിക്കുന്നത് ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കണ്ട, അതിന് പകരം നമ്മുടെ ഇൻറ്റേർണൽ എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെ എടുത്ത് കൺവേർട്ട് ചെയ്ത് അത് ഇലക്ട്രിക് ആക്കി വിൽക്കാം എന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ SUV ഉണ്ടല്ലോ, 7 സീറ്റർ SUV, അതിൻ്റെ അകത്തും 1.5 NA പെട്രോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉണ്ടാവും എന്ന് പറയുന്നു. സിറ്റിയിലും നമുക്ക് ഇനിയിപ്പം ഇവിടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് പവർ ട്രെയിൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അല്ലാതെ ഇപ്പോൾ കിട്ടുന്ന പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള CBU വരുന്ന ഹൈബ്രിഡ് വണ്ടികളല്ല. അങ്ങനെ ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ 10-25 ലക്ഷം രൂപ കൊടുത്ത് ആരും ഒരു സിറ്റി ഹൈബ്രിഡ് വാങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഇതേ വണ്ടി തന്നെ അവരൊരു 15-16 ലാക്സിലൊക്കെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ വാങ്ങും. കാരണം ഹൈബ്രിഡ് എന്ന് പറയുമ്പം നമ്മുടെ ഹൈ റൈഡറും ഗ്രാൻഡ് വിറ്റാരും ആൾക്കാർ വാങ്ങുന്നുണ്ട്. കാരണം എന്താണ്, അത് നമുക്ക് അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ അവൈലബിൾ ആണ്. ഭയങ്കര ഹൈ പ്രൈസ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. ടോപ്പ് എൻഡ് വേരിയൻസ് ഓക്കെ അത്യാവശ്യം ഹൈ പ്രൈസ്ഡ് ആണ്. പക്ഷേ എന്നാലും ബേസിക് വേരിയൻസ് ഒക്കെ നമുക്ക് ഹൈ റൈഡറിൽ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈബ്രിഡിന് നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഹൈബ്രിഡിലുള്ള ടാക്സ് ഒക്കെ കുറയ്ക്കാൻ പോകണമെന്നും പറയുന്നുണ്ട്. ഇത്രയും കാലം EVസിൽ മാത്രമാണ് അതിൻ്റെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈബ്രിഡിൽ അങ്ങനെ ഇൻസെൻറ്റീവ്സ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കമ്പനികൾ ഇന്ത്യയിൽ ഹൈബ്രിഡ്സ് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങും. ഹോണ്ടയുടെ PF2 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള EV വരാൻ പോകുന്നത് 2029 എന്നാണ് പറയുന്നത്. ഇനി അതല്ലാണ്, നമ്മൾ ജസ്റ്റ് ഷോർട്ട് ടേം ഗോൾസിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ട ഇന്ത്യയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത് ഇറക്കാൻ പോകുന്ന അമേസിൻ്റെ പുതിയ ജനറേഷൻ മോഡലാണ്, 3rd gen മോഡൽ. അത് 2024 അവസാനത്തോടുകൂടിയൊക്കെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവരുടെ പുതിയ എലവേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള SUV ആണ്. അത് 2026 വരും എന്നാണ് പറയുന്നത്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. എലവേറ്റ് തന്നെ സെയിം ബോഡി, ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇലക്ട്രിക് പവർ ട്രെയിനിൽ കിട്ടും എന്ന് മാത്രം. ഇപ്പോൾ എന്തായാലും ഹോണ്ട ഇന്ത്യയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.